സുപ്രധാനമായ തീരുമാനമാണ് കേരളയിൽ സിൽവർ ലൈനിൽ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യമായി ഈ കേരളിനെതിരെ ഒരു സമരപ്പന്തൽ ഉയർന്നത് അത് കോഴിക്കോട് കാട്ടിലെ പീടികയിലാണ്. അവിടെ നിന്ന് അഞ്ജന സുകുമാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, നോക്കൂ, ഇപ്പോൾ അവർ പടക്കം പൊട്ടിച്ചു വരെ ആഘോഷിക്കുകയാണ്. മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും ആഘോഷിക്കുകയാണ്. ആദ്യമായി ഒരു സമരപ്പന്തൽ ഉയർന്നത് കാട്ടിലെ പീടികയിലായിരുന്നു. ക്ഷമിക്കണം, ഇത് മാടപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോട്ടയം മാടപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെയുള്ള ആളുകൾ ഇപ്പോൾ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ്. ജനകീയ സമിതി സിന്ദാബാദ്, കേരള പദ്ധതി അറബിക്കടലിൽ, ജനകീയ സമരം സിന്ദാബാദ്, കേരള പദ്ധതി അറബിക്കടലിൽ, സമരനിതാക്കങ്ങൾക്ക് അഭിവാദ്യങ്ങൾ, കേരള പദ്ധതി അറബിക്കടലിൽ. നമുക്ക് കോഴിക്കോട് കാട്ടിലെ പിടികയിലേക്ക് പോകാം. അവിടെയാണ് കേരളത്തിനെതിരെ ആദ്യം ഒരു സമരപ്പന്തൽ, ഒരു ജനകീയ കൂട്ടായ്മയൊക്കെ രൂപം കൊണ്ടത്. അവിടെ നിന്ന് അഞ്ജന സുകുമാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, അവിടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ പല കാലയളവിൽ നമ്മൾ കേട്ടിരുന്നു. മക്കളുടെ കല്യാണം കഴിക്കാൻ പോലും ഭൂമി പണയപ്പെടുത്താനോ വിൽക്കാനോ കഴിയാത്ത സാധാരണക്കാരായ മനുഷ്യരുടെ വിലാപങ്ങൾ കേരളം കേട്ടതാണ്. ഇന്ന് ഈ തീരുമാനം വരുമ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത്? ഈ കേരളത്തിനെതിരെ ആദ്യമായി തന്നെ ഒരു സമരം അല്ലെങ്കിൽ ജനകീയ കൂട്ടായ്മ ഉണ്ടാകുന്നത് കാട്ടിലെ പീടികയിലാണ്. LDF സർക്കാർ മുന്നോട്ട് വെച്ച ഈ കേരള പദ്ധതി അത് UDF സർക്കാർ റദ്ദാക്കുമ്പോൾ ഇവരെല്ലാവരും തന്നെ വലിയ സന്തോഷത്തിലാണ്. മധുരം വിതരണം ചെയ്ത് ലഡു വിതരണം ചെയ്താണ് അവർ ഈ UDFന്റെ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ച ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നത്. ഏതായാലും വലിയൊരു സന്തോഷത്തിലാണല്ലേ? അതെ, തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം കഴിഞ്ഞ 2020 ഒക്ടോബർ 2 മുതലാണ് ഈ സത്യാഗ്രഹ സമരം ഇവിടെ ആരംഭിക്കുന്നത്. അതിന് മുന്നേ തന്നെ കോവിഡ് കാലത്ത് പോലും നമ്മളെ സമരം തുടങ്ങിയിരുന്നു. ഒക്ടോബർ എടുത്തു പറയേണ്ടത് ഏതാണ്ട് ഒരു 6 വർഷമായി നിങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നു കേരളത്തിനെതിരെ എന്നുള്ളതാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും കഴിഞ്ഞ 6 വർഷമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര കേന്ദ്രമാണ് കാട്ടിൽപ്പീടികയിലുള്ളത് കേരളത്തിൽ തന്നെ. 2020 ഒക്ടോബർ 2 പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണ സാറാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം മേധാ പട്കർ അതേപോലെ ഉൾപ്പെടെയുള്ള ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരായ പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയ അതേപോലുള്ള ഒരുപടി സാംസ്കാരിക രംഗത്തുള്ള വളരെ പ്രമുഖരായ ആളുകളൊക്കെ ഈ സമരവേദിയിൽ വന്നിരുന്നു. അതുപോലെ ഒട്ടേറെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖ വ്യക്തികളൊക്കെ ഇവിടെ. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിജ്ഞാപനങ്ങൾ ഉൾപ്പെടെ റദ്ദാക്കാനുള്ള ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടിരിക്കുന്നത്. അതെ, ഭൂമി ഇതിന്റെ നമ്മൾ ഇന്നലെ നമ്മുടെ കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി ഇന്നലെ ഒരു നിവേദനം സമർപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ കേരള പദ്ധതി പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കുക എന്നുള്ളതാണ്. അതേപോലെ കേസുകൾ, ഈ സമരത്തിൻ്റെ ഇടയ്ക്ക് ധാരാളം കേസുകൾ വന്നിട്ടുണ്ട്. ആ കേസുകൾ റദ്ദാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ തന്നെ പിന്നെ നമ്മൾ നഷ്ടപരിഹാരം നൽകണം. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഒട്ടേറെ കഷ്ടനഷ്ടങ്ങൾ ഈ സമര സമിതിക്കാർക്കും ബഹുജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ ഡിമാൻഡുകളൊക്കെയാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ ഡിമാൻഡുകളും തന്നെ അംഗീകരിക്കാൻ കേരള സർക്കാർ, VD സതീശൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കോഴിക്കോട് കല്ലായി വരെയൊക്കെയാണ് മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചത്. നിങ്ങളുടെ ഈ ഒരു സമരം കാരണം ഇങ്ങോട്ടേക്കൊന്നും ആ കുറ്റികളുമായി അധികൃതർ വന്നില്ല എന്നുള്ളതാണ്. അതെ, ഇപ്പം ഫറോക്കിൽ അവർ ഈ മഞ്ഞക്കല്ലിട്ട് ഒരു മുന്നറിയിപ്പില്ലാതെ ഫറോക്കിൽ മഞ്ഞക്കല്ല് ഇടുകയും പിന്നീട് കല്ലായിലേക്ക് വരികയും ചെയ്തു. കല്ലായിലേക്ക് വന്ന സമയത്ത് ഈ സമരസമിതി അവിടെ കൃത്യമായ സമയത്ത് ഇടപെടുകയും അവിടുത്തെ ബഹുജനങ്ങളുടെ പിന്തുണയോടുകൂടി ആ മഞ്ഞക്കല്ലുകൾ പൊരിച്ച് കല്ലായിപ്പുഴയിൽ എറിയുന്ന സംഭവം ഉണ്ടായി. അങ്ങനെ വലിയൊരു പ്രൊട്ടസ്റ്റ് നമ്മളെ സംബന്ധിച്ചോളം കല്ലായിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ആ ഒരു വലിയ പ്രതിഷേധത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഫലമായിട്ട് പിന്നീട് കല്ലായിപ്പുഴയുടെ വടക്കോട്ട് അവർക്ക് ഈ മഞ്ഞക്കല്ലുമായി വരാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ കേരളവുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ കണ്ടതാണ്. ഈ മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ സമരസമിതിയിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് വരിച്ചവർ വരെ ഇതിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ സമരങ്ങൾ അല്ലെങ്കിൽ സമരത്തിൽ അറസ്റ്റിലായവർ കേസുകളൊക്കെ റദ്ദ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടെ സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സർക്കാർ കടക്കുമല്ലോ. കാരണം ഈ സമരവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് വിജ്ഞാപനം വരുമ്പോൾ അത് 2ാം ഘട്ടമാണല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ തന്നെ കേസിൽപ്പെട്ട ആളുകളാണ്. കല്ലായിൽ കുറ്റിപ്പരിക്കാനൊക്കെ ഞങ്ങൾ പോവുകയൊക്കെ ചെയ്ത് ഞങ്ങളൊക്കെ പേരിൽ കേസുണ്ട്. മുഖ്യമന്ത്രി VIP സംസാരിക്കുമ്പോൾ ഞങ്ങളൊരു പ്രതിഷേധ സമരം നടത്തിയതിപ്പോൾ ഞങ്ങളുടെ പേരിൽ കേസുണ്ട്. നിരവധി കേസുകൾ ഞങ്ങളുടെ പേരുണ്ട്. കോവിഡ് സമയത്താണ്
കാലങ്ങളാണ് ഞങ്ങൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിൽ ഞങ്ങൾ വലിയ കേസ് വന്നിട്ട് അതൊക്കെ ഞങ്ങൾ ഫൈൻ അടച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ പിൻവലിക്കും. കാരണം ഒരു വിജ്ഞാപനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതി പിൻവലിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങളൊക്കെ പിൻവലിക്കേണ്ടത്. കാരണം ഇതൊരു രാഷ്ട്രീയ സമരമാണ്, ഒരു അക്രമ സമരത്തിലേക്ക് വന്നല്ല. തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ സമരം നിലക്ക് അത് തീർച്ചയായിട്ടും ഒരു ജനകീയ ഗവൺമെന്റ് പിൻവലിക്കുക എന്ന് തന്നെയാണ് ആ ഗവൺമെന്റ് ചെയ്യാൻ ഏറ്റവും വലുത്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് പിൻവലിക്കുമെന്ന് കാര്യത്തിൽ. വർഷങ്ങളോളമായുള്ള ഒരു സമരം അത് വിജയത്തിലേക്ക് എത്തി. തീർച്ചയായിട്ടും 2020 ഒക്ടോബർ 2 തുടങ്ങിയാണ് ഇവിടെ നിരവധി വ്യത്യസ്തമായ സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അഴിയൂർ മുതലേക്ക് ഞങ്ങൾ മണ്ണുകൾ ശേഖരിച്ചുകൊണ്ട്, അതായത് ഈ പദ്ധതി കടന്നു പോകുന്ന പ്രദേശത്തൊക്കെ തന്നെ സിംബോളിക്കായിട്ട് മണ്ണുകൾ ശേഖരിച്ചുകൊണ്ട് കുടിൽ കെട്ടിക്കൊണ്ട് ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. കോരിച്ചുവരുന്ന മഴയത്ത് ഇവിടെയുള്ള സ്ത്രീകൾ 4-5 കിലോമീറ്റർ നടന്നുകൊണ്ട് അറബിക്കടലിലേക്ക് ഞങ്ങൾ കുറ്റി വലിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സമരമുഖങ്ങൾ തുറന്നുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആക്ടിവിസ്റ്റുകൾ ഈ സമരവേദിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്നപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം ഇത് വിജയിക്കുന്ന സമരമാണ്. ഇതൊരു ജനകീയ സമരം. പ്ലാച്ചിമട ഞങ്ങളുടെ മുമ്പിലുണ്ട്. പ്ലാച്ചിമട സമരത്തിന്റെ വിജയം തന്നെയാണ് ഞങ്ങൾക്ക് ഇതിന് ഏറ്റവും വലിയ പ്രചോദനം കിട്ടുക. പിന്നെ ഈ പ്രദേശത്തുള്ള നിരവധി പത്രങ്ങൾ, മാധ്യമങ്ങളൊക്കെ തന്നെ ഇതൊരു ചർച്ചയാക്കിയപ്പോൾ പൊതുജനങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ സാധിക്കും. കേരളത്തിൽ തന്നെ ആദ്യമായി സമരത്തിലേക്ക് കടക്കുന്നത് ഇവിടുത്തെ ജനകീയ കൂട്ടായ്മ കൂടിയാണ്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് ഇവിടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, ഒരുമ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ആ റെസിഡൻസ് അസോസിയേഷൻ നിന്നാണ് ഈ സമരം തുടങ്ങുന്നത്. 2020 ഒക്ടോബർ 2 സത്യാഗ്രഹ സമരത്തിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ വ്യത്യസ്തമായ സമരങ്ങളൊക്കെ തന്നെ വീടുകൾ കേന്ദ്രീകരിച്ചു കൊടുക്കാൻ നടത്തിയിട്ടുണ്ട്. ദീപം കൊളുത്തിയിട്ടുള്ള പ്രതിഷേധം നടത്തി. പിന്നെ അതിനെ ജനകീയവൽക്കരിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഒക്ടോബർ 2. അപ്പോൾ ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ ആദ്യമേ തുടങ്ങി. ഈ വിജ്ഞാപനം, ഈ DPR വരുന്നത് ഞങ്ങൾ സമരം ചെന്നതിന് ശേഷമാണ് DPR പോലും പുറത്തേക്ക് വിട്ടത്. അൻവർ സാദത്ത് MLA നിയമസഭയിൽ ചോദിച്ചതിന് ശേഷമാണ് നിവൃത്തിയില്ലാതെ DPR പൊതുസമൂഹത്തിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഒരു ഭരണകൂടം കൃത്യമായിട്ട് ഒളിച്ചുകളി, കള്ളക്കളി നടത്തിക്കൊണ്ട് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ വഞ്ചിക്കാൻ കൂട്ടുനിന്ന മുഖ്യമന്ത്രി ഒരിക്കലും മാപ്പറിക്കില്ല, പഴയ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഈ സമരം ഞങ്ങൾക്ക് വിജയിക്കുമെന്ന്. സത്യത്തിന്റെ ഒരു സമരമാണ്, അക്രമത്തിന്റെ മാർഗത്തിലേക്ക് ഒരിക്കലും പോയിട്ടില്ല. ഗാന്ധിയൻ ശൈലിയിലാണുള്ളത് ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. നാടിന്റെ വികസനത്തിന് വേണ്ടി അന്നത്തെ സർക്കാർ മുന്നോട്ട് വെച്ചൊരു പദ്ധതി കൂടിയായിരുന്നു അത്. ഏത് പദ്ധതി വികസനം? ഞാൻ പറഞ്ഞ 1,25,000 കോടി രൂപയുടെ പദ്ധതി വെക്കുമ്പോൾ ജനകീയ ആസൂത്രണവും പിന്നെ പഞ്ചായത്ത് രാജൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത് ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടാണ് നടത്തേണ്ടത്. അതല്ലാതെ ആദ്യം ഒരു മഞ്ഞക്കുറ്റി എടുത്തുകൊണ്ട് ഇതിലെ അലൈൻമെന്റ് പോകുകയാണെന്ന് പറഞ്ഞിട്ട് കുറ്റിയിടലല്ലോ. ആദ്യം ജനങ്ങൾ ഏത് വികസനവും നടപ്പിൽ വരുത്താൻ സാധിക്കും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഘട്ടമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് കുടിയൊഴിപ്പിച്ചുകൊണ്ട് 13 കോടി 14,000 കോടി ജനങ്ങൾ ഇത്തരത്തിലെ വമ്പൻ പദ്ധതികളിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ട് തെരുവിൽ കിടക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ ആരാണുള്ളത്? നമ്മൾ ഈ പറയുന്നതൊക്കെ തന്നെ വൻകിടക്കാർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന പദ്ധതികളാണ്. അപ്പം വികസനം എന്ന് പറഞ്ഞാൽ വൻകിടക്കാർക്ക് ലാഭം ഉണ്ടാക്കുന്ന വിഷയമല്ല. ഇപ്പോൾ തന്നെ പുതിയ ഗവൺമെന്റ് പറഞ്ഞൊരു വിഷയമുണ്ട്, കേരളത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രാലയത്തെ കുറിച്ച്.